ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോവാം. ട്രിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഔട്ടിങ്. എവിടെ പോകുന്നത് സൂര്യ ചേട്ടാ അറിയോ? എനിക്ക് സ്ഥലം എന്ന് അറിയില്ല, പക്ഷെ ഈ പോകുന്ന വഴി നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്. ഏതോ സ്ഥലത്ത് പോയല്ലോ, അധികം വണ്ടിയില്ല. അപ്പുറത്തും ഇപ്പുറത്തും പച്ചപ്പും ഹരിതാപി എന്ന് പറഞ്ഞ നൈസ് ആയിട്ടുള്ള ഹൈവേ. ഞങ്ങൾ കരിയാത്തുംപാറ പോവാണ്. കോഴിക്കോട് കരിയാത്തുംപാറ തോണിക്കടവ് ഭാഗത്ത് നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ട് ഉണ്ട് എന്ന് അപ്പൂസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നല്ല രസമുള്ള ഹൈവേ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലും പച്ചപ്പൊക്കെ ആയിട്ട് എന്ത് രസാന്നറിയോ? ഇത്രയും നേരം കണ്ണ് വെച്ചോണ്ടിരുന്ന ആ റോഡ് ചക്കിട്ടപ്പാറ ടൗണിലെത്തിയപ്പോ തീർന്നു. ഇനി ഈ പഞ്ചായത്തുകാര് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുവഴി പോകുന്നതെങ്കിലും ഇതുവഴി പലതവണ പ്രണയയാത്രകൾ നടത്തിയിട്ട് രണ്ടുപേരും ഒരു വണ്ടിയിലുണ്ട്. കൂരാച്ചുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. ഞങ്ങളുടെ കണ്ണൂരിൽ ശ്രീകണ്ഠാപുരത്തിനടുത്ത് കുടിയാമല എന്ന് പറയുന്ന ടൗണൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആ ഭാഗത്തേക്ക് പോകുന്ന പോലത്തെ ഒരു ഫീലുള്ള സ്ഥലം. കക്കയൊക്കെ ഈ ഒരു വഴിയിലാണ്. നല്ല രസമുള്ള പച്ചപ്പും ഹരിതാപിയും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ തോണിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. മലകളുടെ നടുവിൽ ഇതേ ഒരു ചെറിയൊരു പുഴ, അടിപൊളിയായിട്ടൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ട്. അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ളത് കാണുന്നത്. സോ കുറച്ച് കടകളും കുറേ ആളുകളും ഒക്കെയുള്ള ഒരു നല്ല ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. പരിപാടി വിജയകരമായി പൊളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. പെരുമഴയായി. ഇവിടെ ഞങ്ങൾ എത്തുമ്പോഴേക്ക് പൊരിഞ്ഞ മഴ. ലാസ്റ്റ് ഈ ചേട്ടന്റെ കടയിൽ നിന്ന് ചായയും കുടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. ഈ മാറി ഇന്ന സ്ഥലം കാണാം. ഇങ്ങനെ ഇതാണ് ഈ സ്ഥലത്തിന്റെ ഒരു ആംബിയൻസ്. ഓക്കെ, ആളുകൾ ഇങ്ങനെ നടന്നു വരുന്ന മറ്റേ പുഴയുടെ ഇങ്ങനെ കരയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാം. ഇതാണ് കോഴിക്കോടിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത്. ഹായ്, ഓ സന്തോഷം. എന്തല്ല, ഞങ്ങൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാണ്ട് മഴയും കണ്ടിരിക്കുന്നു. ഓ ആണല്ലേ, അടിപൊളി. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറൊരു ചേട്ടൻ, നിങ്ങൾ കത്തറ? കോഴിക്കോട്, ഈ നാട്ടുകാരനല്ലേ? അടിപൊളി അടിപൊളി. ഓക്കെ, പോയി താങ്ക് യു. എല്ലാവരും നനഞ്ഞ് ഓടി വരുന്ന ഒരു കണക്കിന് ഞങ്ങൾ കുറച്ച് ലേറ്റായി നന്നായി. ഇല്ലേ ഇപ്പൊ ഈ നനഞ്ഞു വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളും നനഞ്ഞ് ഓടേണ്ടി വന്നേനെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് മഴ പെയ്ത്. അപ്പോൾ ഇവിടുന്ന് കുറേ പരിചയക്കാരെ, വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വലിയ സന്തോഷം. ഇത്രയും കാര്യമായിട്ട് വന്നിട്ട് ആ കടയിലിരിക്കുന്ന. ഓക്കെ, ടാറ്റ, ബൈ ബൈ. അവിടെ നിന്നാണ് എൻട്രി പോയിന്റ്. എല്ലാവരും കിട്ടിയ ഗ്യാപ്പിൽ നനഞ്ഞിട്ടിരിക്കുന്നു. നിന്റെ ചായ വെള്ളം ചേർത്തിട്ട് വേണോ? ഇവിടെ വെച്ചാൽ മതി. 10-45 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിനെ കൊണ്ട് ഞങ്ങളിപ്പോൾ ഈ കട കാണാൻ വന്ന പോലെ ആയിട്ടുണ്ട്. ചേട്ടൻ്റെ കടയിലെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക. കുമ്പളപ്പം അല്ലേ, നമ്മൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന് ചേട്ടൻ്റെ കട എക്സ്പ്ലോർ ചെയ്യാനാണെന്ന്. കൊള്ളാം. ഒറ്റന്നെ ബാക്കിൽ ഇനി ഇല്ല അല്ലേ? എത്തുന്നില്ലേ? നാട്ടു ചേട്ടൻ്റെ കട പൂട്ടിയാണ്. ആ ഐസ്ക്രീം വണ്ടിയുടെ പുറത്തുള്ള കൊട അപ്പോസ് ചോദിച്ച് വാങ്ങാൻ പോവാണ്. രണ്ടാളും കൂടി പോയിട്ട് ചോദിക്കാൻ പോവാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര മാറും. രണ്ടുപേരും ചോദിക്കാൻ പോകണ്ട്. ഐസ്ക്രീം വാങ്ങാനാണോ വരുന്നതെന്ന് വെച്ചാൽ ആ ചേട്ടൻ എഴുന്നേറ്റു. ആ തന്നു 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 തന്നു. അയ്യോ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇവളോട് ഞാൻ പറഞ്ഞു നോക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. മിടുക്കന്മാർ മിടുക്കന്മാർ. പാറമേക്കാവിന്റെ കുടമാറ്റ. ഓ, നിങ്ങളുടെ ഈ സ്ഥലമാണ്? അതെ, അടിപൊളി. ഞാൻ ഇവിടെ ബലൂണിന്റെ പരിപാടി, ഹൈഡ്രജൻ ബലൂൺ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. വലിയ ടൂറിസ്റ്റ് സ്പോട്ട് ആവട്ടെ. എന്നാ പോന്നെ? ഞാൻ കുറച്ച് ദിവസം 18-ാം തീയതി പോകും. മഴയത്ത് ഐസ്ക്രീം വാങ്ങുന്ന ഒരു സംഘം. അതിന്റെ ഇടയിൽ കൂടി ഒരു കപ്പിൾ ഷൂട്ട്. എന്നാ കൊട ചൂടി നിൽക്കരുതോ? മറ്റേ പടത്തിൽ പറയുന്നില്ലേ, കാണാൻ ഐശ്വര്യറായി പോലെ ഉണ്ടാവും, പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന പോലെ അതുപോലെയാണ് ഞങ്ങൾ. അടിപൊളി സ്ഥലമാണ്, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ഇറങ്ങുന്നതിന് മുമ്പ് തിരിച്ചു വരേണ്ടി വന്നു മഴയായിട്ട്. 5:45 വരെ പ്രവേശന സമയമുള്ളൂ. അപ്പോൾ ആ സമയം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചുറ്റുവട്ടത്ത് 4 ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോവാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. ഈ തോണിക്കടവ് പ്രദേശത്തിന്റെ ഭംഗി ഇതുപോലെ നിലനിർത്താൻ ഈ നാട്ടുകാർക്ക് പറ്റട്ടെ. അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുന്നു. പാവം ഒരു കീരി വണ്ടി അടിച്ച് ചത്തുപോയി. അപ്പൊ അതിന്റെ മറ്റേ കീരി അതിനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ സൈഡിലേക്ക് ഇട്ടാ മറ്റേ കീരി അതിനെ നോക്കാൻ വന്നിട്ട് ചത്തുപോകും. ആ കീരീനെ നോക്കിയിട്ട് വേറൊരു കീരി വന്നിട്ട് അതിന് കാവലിരിക്കാം. അത് ഞങ്ങൾ തട്ടിയിട്ടതല്ല കേട്ടോ. ഇതുവഴി വരുമ്പോ ഒരു കീരി നടുവിൽ അതിനെ ശുശ്രൂഷിക്കുന്നു. അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റേതും ദിവംഗതനാവുന്ന തോന്നിയതിനെ കൊണ്ട് അതിനെ സൈഡിലേക്ക് മാറ്റിക്കിടത്തി. രക്ഷിച്ചില്ല, മാറ്റിക്കിടത്തി.
ആക്ച്വലി ഒരു അവിയൽ വീഡിയോ ആണ് ഇത്. പല ദിവസങ്ങളിലെ പല കാഴ്ചകൾ ഒരുമിച്ച് ചേർത്തിട്ട് ഇത് ലാസ്റ്റത്തെ ഒരു വീഡിയോ ചെയ്യാണ്. ഇത്തവണ പെട്ടെന്ന് തന്നെ തിരിച്ച് ഖത്തറിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൂസിനെ വീട്ടിൽ വിട്ടിട്ട് ശ്രീകണ്ഠാപുരത്ത് പോകണം. ശ്രീകണ്ഠാപുരത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. എന്തായാലും ഈ തവണ പോയ വഴികളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളായിരുന്നു. നല്ല ഡ്രൈവായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ നാട്ടില് ഇത്തവണത്തെ ഓണാഘോഷം വളരെ സമഗ്രമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നാടിന് മുഴുവൻ സദ്യ നൽകാനുള്ള ഒരു പരിപാടി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിരിവിന് ഇറങ്ങിയേക്കാം. ഇനിയെല്ലാം പറയുമ്പോ സൂക്ഷിക്കണേ, എല്ലാം യൂട്യൂബിൽ വരുവേ. ഇനിയെല്ലാം പറയുന്നത് സൂക്ഷിക്കണേ, ഇതെല്ലാം യൂട്യൂബിൽ വരുവേ. ഇതെനിക്ക് കേട്ടുകൂടാത്ത ഡയലോഗ് ഇത്. പിന്നെ എനിക്കിതല്ല പണി. മാച്ചിയൊക്കെ മാറ്റിക്കുന്നു. ലോകത്തേടി ഇല്ലാത്ത സാധനല്ലേ മാച്ചി, നിങ്ങളൊന്നും ഉപയോഗിക്കാത്ത സാധനല്ലേ? ഏതാ വർക്ക് എന്റെ മോനെ ഇന്നിയാ തിന്നത്, അതിന്റെ അവസ്ഥ അനക്കെ അറിയില്ല. ആ വർക്കിയാണ് ഞാൻ പോയിട്ട് കണ്ടന്റ് നൊസ്റ്റാൾജിയ എടുത്ത് നിന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് രാജേട്ടന്റെ കടയിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്തെന്ന് കണ്ടിട്ട് ഇവന് നൊസ്റ്റാൾജി അടിച്ചിട്ട് അവൻ പോയിട്ട് അതേ വർക്ക് കഴിച്ചു വന്ന്. ദുരന്തമായിരുന്നു. മാച്ചി മാറ്റിയിട്ട് വേറെ റിച്ച് മാറ്റി വെച്ചിട്ട് എടുക്കണം തന്നെ പറഞ്ഞോ? 500 ഉണ്ടാന്ന് വഴിയെ പോകുമ്പോഴേക്കും വേഗം 500 ഉണ്ടാന്ന്. ഹൈറ്റുള്ള സ്ഥലത്തേക്കൊന്നും സായിജ് കയറില്ല. സായിജ് റോഡിൽ നിൽക്കും, ബാക്കിയുള്ളവർ പോയിട്ട് വരുന്നത്. അങ്ങ് പോയിട്ട് വരട്ടെ. സായിജ് ബൈക്കിന് ചാരി നിൽക്കുക പുറത്ത്. നല്ല രസമുള്ള വഴിയിലൂടെ വരുന്നത്. ആ കല്യാണത്തിനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലെ തന്നെ ഇറക്കാണ്. സദ്യയിൽ എന്തൊക്കെയാ ഉണ്ടാവുക? സദ്യയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. എത്ര ഐറ്റംസ് നമ്മള് ഒരു സദ്യ എന്നുള്ള രീതിയിൽ തന്നെ നമ്മള് തയ്യാറാക്കുന്നുണ്ട്. പന്തലൊക്കെ ഇട്ട് നാട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെ അതന്നെ എല്ലാവരും സാമൂഹ്യപരമായിട്ട് ഒത്തുചേരൽ. ഉപ്പേരി, പപ്പടം അടക്കം, പായസം, സദ്യ. അതായത് ഒരു ദിവസം ഉച്ച മുതൽ വൈകുന്നേരം വരെ, പിന്നെ ഓണപരിപാടിയും അതിനുശേഷം സമൂഹ സദ്യയും, രാവിലെ മുതൽ ഉച്ച വരെ ഒരു പരിപാടികൾ, പിന്നെ ഈ പറയുന്ന പോലെ പന്തലില് ഒരു കല്യാണത്തിന് സദ്യ കൂടുന്ന പോലെ സദ്യ, അങ്ങനെ വടംവലി, ഓണത്തിന്റെ ഉച്ച കഴിഞ്ഞ് നിറയെ പരിപാടികൾ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഓണപരിപാടിക്ക് പോരും. ഉത്രാട ദിനത്തിലാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. വായനശാല പരിധിയിൽ 150 സംതിങ് അല്ലേ, 55 വീട്. 155 വീട് എന്ന് വെച്ചാൽ ഒരു 10-400 ആള്. 570 ആള്. 570, 600 ആളെ പരിപാടി. പിന്നെ 2 ഏരിയ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലേ, ഒരേ ഏരിയ. ഇത് നമ്മളെ നോട്ടീസ്, വിശാലമായ നോട്ടീസൊക്കെ അടിച്ചു വെച്ചിട്ടാ. ഇതുവരെയുള്ള എൻ്റെ ചരിത്രം പ്രകാരം ഈ പ്രീ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ മെയിൻ പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിരിവിലെങ്കിലും പങ്കെടുക്കട്ടെ. സോ ഈ ഒരു പിരിവിൻ്റെ ഈ ഒരു നാട്ടിൽ ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ചിലവ് വരും കേട്ടോ. അപ്പോൾ അത് ഈ നാട്ടിലെ ഇത്രയും ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുക പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, നമ്മളൊക്കെ സംഭാവന ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ നാടിൻ്റെ വീഡിയോസ് പണ്ടേ കാണുന്ന ആളുകൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ചെറിയ സംഭാവനകൾ തരാം. താഴെയുള്ള ഗൂഗിൾ പേ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചോളൂ കേട്ടോ, പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് നിന്ന് ഈ നാട്ടിലെ ഒരു ഓണാഘോഷത്തിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കൈ സഹായം ചെയ്യാം. കയ്യോടെ പിരിവ് വാങ്ങി റെസീറ്റും കൊടുത്തിട്ടാ പോകണം. ഗൂഗിൾ പേ വഴിയും പിരിവ് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ലോകത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും സഹായിക്കാം. റെസീറ്റ് ഓൺ ദ സ്പോട്ട് ഫോട്ടോ എടുക്കുന്നു, അയക്കുന്നു. ഓ അങ്ങനെ. മൈ ഗോഡ്, ഈ നാട്ടിൽ ഇങ്ങോട്ടൊക്കെ വഴി ഉണ്ടായിരുന്നല്ലേ? ഹായോ, ഞാനിതിൽ ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. ഇത് വേറെ സൈഡാണ്. കഞ്ചാവിന്റെ ഇല പരിഷ്കരിച്ചത് പോലെ സ്വീറ്റ് ആൾക്കാർ. ഓമനച്ചി അവിടുന്ന് ഇങ്ങോട്ട് ചാടിയ പോലെ ഇവിടുന്ന് അങ്ങോട്ട് ചാടാനുള്ള ധൈര്യട്ടേക്ക്. അവിടുന്ന് ഇങ്ങോട്ടൊരു ചാട്ടം ഇല്ല, അത് കിട്ടി. അതാ എനിക്ക് വിഷമായത്. അവിടെയാണ് തിരിഞ്ഞു ചാടും. അത് നഷ്ടായി, ആ ചാട്ടം നഷ്ടായി പറയുന്നത്. ഒന്നുകൂടി മിസ്സായി. കമാൺ. ഒരാൾ ആ കുഴിയിൽ വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫസ്റ്റ് തമ്പനയിലായിട്ട് വെക്കുമായിരുന്നു. അത് ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഇവർ ഇങ്ങോട്ട് വരുന്നു, പെട്ടെന്ന് കാണാണ്ടാവുന്നു. അതാണ് തുടക്കത്തിൽ വെക്കേണ്ടത്. എല്ലാവരും ഓണായിട്ട് ഭക്ഷണത്തിന് വെക്കേണ്ടെന്ന് പറയുന്നത്. ഓണത്തിന് നല്ല ഉത്രാടത്തിന് പരിപാടി. ഉത്രാടത്തിന് വരുവാൻ ചെയ്യില്ല, ഓണത്തിന് പൊട്ടും വെക്കില്ല. അപ്പൊ കോമഡി ആവും. ഭക്ഷണം കഴിക്കാൻ ഇത്രയും നടക്കുമ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ വീട്ടില് സദ്യ വെച്ചാൽ മതിയിരുന്നു. വെറുതെ ഇങ്ങനത്തെ പരിപാടി വേണ്ടായിരുന്നു, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി ഏറ്റെടുക്കണ്ടായിരുന്നു. അങ്ങനെ നാടിനെയും നാട്ടുകാരെയും ഒക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിരിവിലൊക്കെ കൂടി ആ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസത്തെ യാത്രയാണ്. കൊണ്ടുവന്നോ ഇവിടെ? ഓ, അവളാ കോഴിയെ വാങ്ങി. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് അക്ഷയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടെ അതൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ട് കേൾക്കാം. ആ കോഴി ബാക്കിൽ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ
വളച്ച് വീശി എടുക്കുന്ന സമയത്തൊക്കെ എടാ ഞാനിവിടെ ഉണ്ടടാ, നീ എന്നെ കൂടി മൈൻഡ് ചെയ്യടാ എന്നുള്ള രീതിയിൽ അവിടുന്ന് ഒച്ചാക്കുന്നുണ്ട്. അപ്പൊ ആ കോഴിയുടെ ശബ്ദം കേട്ടോണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നേ. അപ്പോൾ എല്ലാ മെസ്സേജുകളും എല്ലാ കമന്റുകളും ഞാൻ ഇരുന്ന് വായിക്കാറുണ്ട്, ഒന്നും ഇടാറില്ല. അപ്പം മെസ്സേജുകളിൽ കുറേയും കൂടി പ്രൈവറ്റ് ആയിട്ട് നമ്മളോട് ഇന്റിമസിയോടെ സംസാരിക്കുമല്ലോ. അപ്പോൾ ഒരു ചേട്ടൻ്റെ മെസ്സേജ് ആയിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്, സൂരജ് ഭായി ഞാൻ UK-ലെങ്ങാനാ പുള്ളി, ഞാൻ എല്ലാ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസും കാണാറുണ്ട്, ഒരുപാട് ഫാമിലി വ്ളോഗ്സും സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ നിങ്ങളുടെ വീഡിയോസിന്, നിങ്ങളുടെ ഫാമിലി വ്ളോഗ്സിന് സംതിങ് സ്പെഷ്യൽ ഉണ്ട്. അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ കാണാറുണ്ട്. ഭയങ്കര നിങ്ങളെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നു. ആ രീതിയിലാണ് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ബിൽഡ് ആവുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ആരുടെയൊക്കെ നിങ്ങൾ കാണാറില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള വ്ളോഗേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കോണ്ടന്റ് ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് അവരുടെ ഫോളോവേഴ്സ് സബ്സ്ക്രിപ്ഷനും ഇല്ലാത്ത. അപ്പം നിങ്ങൾ കാണുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. അത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല, വീട്ടിലും ചുറ്റുവട്ടത്ത് ഇതുപോലെ എങ്ങനെ എടുത്തിട്ട് നടക്കുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം അതിനൊരു അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഒരു 5 പേരാണെങ്കിൽ ആ 5 പേരെ കൊണ്ട് ഓരോ സബ്സ്ക്രിപ്ഷൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുക. നമുക്കിപ്പോൾ മില്യൺസ് ഉള്ള ആളുകൾക്കുള്ള വ്യൂ സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ ഉള്ള ആളുകൾ അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് കാണുന്നു. ആ റേഞ്ചിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പം പറ്റുമെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ കൊണ്ടൊക്കെ ഓരോ സബ്സ്ക്രിപ്ഷൻ ഒന്ന് അടുപ്പിക്കുക. അതിനൊരു ഡീസന്റ് നമ്പറിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടെ നിൽക്കുക. അതുപോലെ ഫോളോ ചെയ്യുക കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ആളുകൾ. താങ്ക് യു. ആ വണ്ടി 2 പെൺമക്കളുള്ള ഒരു അച്ഛന്റെ വണ്ടിയാണ്. അങ്ങനെ കണ്ടുപിടിച്ചു പറ. ആയിലമോള് ശ്രീലക്ഷ്മിന്നും ഹരിപ്രിയാന്ന് എഴുതിയിട്ടുണ്ട്. ഹരിപ്രിയ ഈ ശ്രീലക്ഷ്മി എന്നുള്ള പേര് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഏതാണ്ട് എത്ര പ്രായം ഉണ്ടാവും? +2 കഴിഞ്ഞിട്ടുണ്ടാവും. ഹരിപ്രിയ, ഐ തിങ്ക് ഹരിപ്രിയ 10ാം ക്ലാസ്സിലും ശ്രീലക്ഷ്മി +2ലും പഠിക്കുന്നതായിരിക്കും. അത് അറിയെങ്കിൽ ചിലപ്പോ കറക്റ്റ് ആയിരിക്കും. കാരണം ശ്രീലക്ഷ്മി എന്നുള്ള പേരിന്റെ ഒരു ഡ്യൂറേഷൻ, ആ പേര് കുറച്ചു കാലം പഴയ പേരാണ്. ഇപ്പോഴും ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും ട്രെൻഡിങ് ആയ കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 10, 12, 13, 15 വർഷം മുമ്പൊക്കെയാണ് അല്ലെ. അപ്പൊ ശ്രീലക്ഷ്മി, ഹരിപ്രിയ, അവരുടെ ഫാദറിന്റെ വണ്ടി, അതിന് പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ശ്രീലക്ഷ്മിയുടെയും ഹരിപ്രിയയുടെയും പ്രായം ഞങ്ങൾ ഗസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓരോ ഞരമ്പ് രോഗം ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഓരോ ചൂട്. നോക്കട്ടെ, തുറന്നിളക്കിയേ. ഇതിന്റെ മേത്ത് മുഴുവനായി. അയ്യേ, ഇത് അതിന്റെ കോഴിപ്പേനൊക്കെ മേത്താവടി ഇല്ലാണ്ടോ? കോഴിക്കാഷ്ടൊക്കെ മേത അതിന് ഉമ്മൊക്കെ വെച്ച് ശാപം. പുരസ്കാരം സ്വീകരിക്കാം. അതിന് കഴുത്തിനൊക്കെ രോമമില്ല, അതിന് രോമൊക്കെ നട്ടുപിടിപ്പിക്കണ്ടേ? നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ ക്ലിനിക്കിൽ പോയാലോ, CI ക്ലിനിക്കിൽ പോയാലോ? അയ്യോ, 2 വ്യത്യാസമല്ലേ നമ്മളോട് പോയി. ഈ കളറില് ഇതുപോലത്തെ കഴുത്തുള്ളതേനുല്ലേ. മറ്റു കോഴികളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? ഓന് കഴുത്ത് തൂവലില്ല എന്നുള്ളതും ഈ വീട്ടിൽ ഇപ്പോൾ ഒരു പൂവൻ കോഴി ഇല്ല എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ കഴുത്ത് തൂവലില്ലാത്ത നീ നോക്കി വാങ്ങിയതാണോ അതോ അതിന്റെ വികലാംഗത്വമാണോ? അല്ല, അങ്ങനത്തെ കുറ്റ്യാടിയിലുള്ള അക്ഷയുടെ വീട്ടിൽ മാത്രമല്ല, പൊതുവെ ഈ കോഴിക്കോടുകാരുടെ വീട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും എത്ര ഡയറ്റുള്ള ആളും ആ ഡയറ്റ് പൊട്ടിച്ചിട്ട് ഫുഡ് കഴിച്ചു പോകും. കാരണം അത്രയധികം വിഭവങ്ങൾ മേശപ്പുറത്തുണ്ടാവും. നല്ല പൊരിച്ച മത്തിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ചോറും കറിയൊക്കെ കഴിച്ച് ഞാനൊരു യാത്ര പോവാണ്. വയനാട്ടിലേക്കാണ് വീണ്ടും ഒരു യാത്ര പോകുന്നത്. വയനാട്ടിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ ഒരു ഗ്യാതറിംഗ് ഒക്കെ ആയിട്ട് ഈ ദിവസം ഇങ്ങോട്ട് കഴിയാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഖത്തറിലേക്ക് പോവാണ്. എന്തായാലും ഈ ഒരു വരവിൽ നാട്ടിലെയും വീട്ടിലെയും ഒക്കെ വിശേഷങ്ങൾ 10-30 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. യൂട്യൂബിലൊക്കെ വീഡിയോസ് എല്ലാം ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുമ്പോൾ ഫോളോ ചെയ്യണം. ഇത്രയും ദിവസം തന്ന സപ്പോർട്ടിനൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ഇനിയും വരുമ്പോൾ ഇതുപോലെ വിശേഷങ്ങൾ കാണിക്കാനുള്ള പ്രചോദനം കൂടിയാണ് നിങ്ങൾ തരുന്ന നല്ല രസമുള്ള, വായിക്കാൻ ഇഷ്ടമുള്ള കമൻറ്റുകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഖത്തറിലെ വീഡിയോസും തീർച്ചയായിട്ടും കാണാം. ഖത്തറിലെ പ്രൊമോഷണൽ വീഡിയോസ് നിങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് നാട്ടിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാനുള്ള ഇൻകം കിട്ടുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. താങ്ക് യു.